മച്ചവരെ നമസ്കാരം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമുക്കൊരു ബൈക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ സെറ്റായിരിക്കുകയാണ്. ഈ കോവിഡിൻ്റെ ഇഷ്യൂവും മഴയൊക്കെ കാരണം കുറേ തവണ മാറ്റി വെച്ചൊരു റിവ്യൂ ആണ്. ഡോമിനാർ 250 നമുക്ക് എളംകുളം, എറണാകുളത്തെ എളംകുളം ഷോറൂമാണ് നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ വണ്ടി കാണുക. ഇപ്പോൾ ഈ വീഡിയോയിൽ വണ്ടിയുടെ ഡൗൺ പേയ്മെൻറ്റ്, EMI, വണ്ടിയുടെ സർവീസ് കോസ്റ്റ്, പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കേണ്ടത്, അവർക്ക് കിട്ടിയ മൈലേജ്, അങ്ങനെ എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ മച്ചാമാരെ ഞാൻ ഷോറൂമിൽ എത്തിക്കുകയാണ്. നല്ല മഴയാണ്. ഞാൻ ഇപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ടാണെന്ന് വണ്ടി ഓടിച്ച് നോക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ റെഡ് കളർ ബൈക്കല്ല എനിക്ക് കിട്ടിയത്, മാറ്റ് ബ്ലാക്ക് ബൈക്കാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. ആദ്യമേ തന്നെ ഡോഗ് 250യുടെ എഞ്ചിൻ ഡോമിനാർ 400ൻ്റെ ചേസിയിൽ വെച്ച് ഇറക്കിയൊരു ബൈക്കാണോ ഡോമിനാർ 250? എന്തൊക്കെയാണ് ഡോമിനാർ 250യുടെ പ്രത്യേകതകൾ? എന്താണ് ഈ ബൈക്കിനെ മറ്റ് രണ്ട് ബൈക്കിൽ നിന്ന് മാറ്റി നിർത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാം. ലുക്ക് നോക്കുകയാണെങ്കിൽ ഡോമിനാർ 400 പോലെ തന്നെയാണ് കാണാൻ 250 ഉള്ളത്. ചെറിയ ചേഞ്ചസ് ആണ് ബൈക്കിനുള്ളത്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബൈക്കിൻ്റെ ടയർ സൈസ് തന്നെയാണ്. ഇപ്പോൾ നാരോ ടയറിലാണ് ബൈക്ക് ഇറങ്ങുന്നത്. അതോടൊപ്പം തന്നെ റിം സൈസിന് മാറ്റമുണ്ട്. നേരത്തെ ഡോമിനാർ 400ന് 150 സെക്ഷനാണ് ബാക്കിൽ ടയറെങ്കിൽ ഇപ്പോൾ 130 ആക്കി ചുരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ടയർ പുതിയ ബോക്സ് സെക്ഷൻ സിംഗ്യാമിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ RS, NSലൊക്കെ വന്ന പോലെ ലെങ്ത്തിന് കാര്യങ്ങൾക്കൊന്നും മാറ്റമൊന്നുമില്ല. ഡൈമെൻഷൻ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് 400 ആയിട്ട്. വീൽ ബേസ്, സ്റ്റിയറിംഗ് ജോമെട്രി, സീറ്റ് ഹൈറ്റ് എല്ലാം 400 ആയിട്ട് സെയിം ഡൈമെൻഷൻ തന്നെയാണ് നമ്മുടെ 250ക്ക്. ഇനി ഞാൻ ബൈക്കിൻ്റെ ഫസ്റ്റ് സർവീസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ അവിടുത്തെ സർവീസ് അഡ്വൈസറിനെ മീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് സർവീസിൽ ഓയിൽ ഫിൽറ്റർ, ചെയിൻ ക്ലീനിങ്, കൺസ്യൂമേഴ്സ് കാര്യങ്ങളൊക്കെയാണ് മാറ്റുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 1600 താഴെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ ബജാജ് ഇപ്പോൾ ബൈക്കിൻ്റെ എൻജിൻ വാറൻറ്റി ഏകദേശം 75,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷം വരെ ആക്കി ഉയർത്തിയിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ബ്രേക്കും സസ്പെൻഷനും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പുറയിലത്തെ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ഡോമിനാർ 400 ആയിട്ട് സെയിം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. 230 mm ഡിസ്ക്കാണ് രണ്ട് ബൈക്കിനും വരുന്നത്. പക്ഷേ ഡൂക്ക് 250ക്ക് 300 mm ഡിസ്ക്കാണ് ബാക്ക് വരുന്നത്. ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ 300 mm ഡിസ്ക്കാണ് 250ക്ക് വരുന്നത്, നമ്മുടെ ഡോമിനാർ 250ക്ക് വരുന്നത്. പക്ഷേ ഡോമിനാറിനും ഡൂക്ക് 250ക്കും ഇവിടെ 320 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ബൈക്കിൻ്റെ വെയിറ്റ് വരുന്നത് നമ്മുടെ ചേട്ടൻ 400-നേക്കാളും വെറും 7 കിലോ മാത്രമാണ് നമ്മുടെ അനിയൻ 250ക്ക് കുറവുള്ളൂ. പക്ഷെ നമ്മുടെ മാമൻ്റെ മോനായ ഡൂക്ക് 250ക്ക് വെറും 161 കിലോ മാത്രമാണ് വരുന്നുള്ളൂ. അപ്പോൾ വെയിറ്റ് കുറയുന്നതനുസരിച്ച് വണ്ടിയുടെ എക്കണോമി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എന്താ മാറ്റം എന്നു ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ റിയർ സസ്പെൻഷൻ വരുന്നത് സോഫ്റ്റായി ട്യൂൺ ചെയ്ത സസ്പെൻഷനാണ്. നമ്മുടെ ഡോമിനാർ 400 ആയിട്ട് സിമിലർ സസ്പെൻഷൻ തന്നെയാണ്. ഫ്രണ്ട് സസ്പെൻഷനിലാണ് മാറ്റം വരുന്നത്. ഫ്രണ്ടിൽ ഇപ്പോൾ 37 mm ഫോർക്കാണ്, USD ഫോർക്കാണ് വരുന്നത്. ഡോമിനാർ 400 പോലെ 43 mm അല്ല. ഈ ബൈക്ക് ഓടിക്കുമ്പോൾ മനസ്സിലാവും ഈ ബൈക്ക് വേറൊരു മൂഡാണ്. നമ്മുടെ ഡൂക്ക് 250 പോലെ ഒരു അക്രമ സ്പോർട്സ് ബൈക്കല്ല നമ്മുടെ ഡോമിനാർ 250. നല്ല പീസ്ഫുള്ളാണ് ഈ ബൈക്ക് ഓടിക്കാൻ. തുടക്കക്കാർക്കൊക്കെ അത്യാവശ്യം നമ്മൾ ലോങ് ഡിസ്റ്റൻസൊക്കെ ക്രൂസ് ചെയ്യാൻ പറ്റിയൊരു ബൈക്കാണിത്. ബൈക്കിൻ്റെ എൻജിൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൂക്ക് 250യുടെ എൻജിൻ അതേപോലെ തന്നെ നമ്മുടെ ഡോമിനാറിൻ്റെ ചേസിയിൽ എടുത്തു വെച്ചേക്കുവാണ്. നമ്മുടെ താഴത്തെ ഭാഗങ്ങൾക്കൊന്നും ഒരു മാറ്റമല്ല. KTMൻ്റെ എല്ലാ സംഭവങ്ങളും തന്നെയാണ് ഇതിൽ. നമ്മുടെ ക്രാങ്ക്, ഗിയർ ബോക്സ്, സ്പ്രോക്കറ്റിങ് എല്ലാം KTM സിമിലറാണ്. ബൈക്കിൻ്റെ ഹെഡിലാണ് ഇവർ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. ഡൂക്ക് 250 പോലെ ഒരു ഹൈ റവ് എഞ്ചിനെ കുറച്ചും കൂടി മിഡ് റേഞ്ച് അല്ലെങ്കിൽ ലോ റേഞ്ച് ഫ്രണ്ടിൽ എഞ്ചിനാക്കാനാണ് ബജാജ് ശ്രമിച്ചിരിക്കുന്നത്. അതിനായിട്ട് വണ്ടിയുടെ പിസ്റ്റണിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ക്യാം പ്രൊഫൈലിനും ചെറിയ ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ പീക്ക് പവറും ടോർക്കും വളരെ ചെറിയ റവിൽ തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ബൈക്ക് നല്ല സ്മൂത്താണ് ഓടിക്കാൻ തുടക്കക്കാർക്കൊക്കെ ആയിട്ട്. വളരെ ചെറിയ RPM തന്നെ ബൈക്കിൻ്റെ ഹൈ പവറും ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ബൈക്കിൻ്റെ കമ്പർഷൻ റേഷ്യോ കുറച്ചിട്ടുണ്ട്. ഡോം 250ക്ക് 11:9 ആണ് വരുന്നതെങ്കിൽ ഡൂക്ക് 250ക്ക് ഇത് 12.5:1 ആണ് വരുന്നത്. അപ്പോൾ ഈ കമ്പർഷൻ റേഷ്യോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട. ഈ കമ്പർഷൻ റേഷ്യോ കൂടുന്നതനുസരിച്ച് ബൈക്കിൻ്റെ പവറും ടോർക്കും കൂടും. കുറയുന്നതനുസരിച്ച് അതുപോലെ തന്നെ പവർ കുറയും. അപ്പോൾ ഈ ഡോം 250ക്ക് കമ്പർഷൻ റേഷ്യോ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡൂക്ക് 250-നേക്കാളും പവർ കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ RPM തന്നെ ബൈക്കിൻ്റെ പവറും
ടോർക്കും ഹൈ പവറും ടോർക്കും ചെറിയ RPM തന്നെ ഈ ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബൈക്ക് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിയിലൊക്കെ ഈ ബൈക്ക് നല്ല സ്മൂത്താണ്, നല്ല ട്രാക്റ്റബിളാണ്. തുടക്കക്കാർക്കൊക്കെ ഡെയിലി യൂസിന് ഉപയോഗിക്കാനും കൂടി പറ്റിയൊരു ബൈക്കാണിത്. ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ കട്ടറിലെ കാര്യങ്ങളൊക്കെ വീഴുമ്പോൾ നല്ലൊരു ഫീൽ തന്നെ തരുന്നുണ്ട് ബൈക്ക്. പക്ഷേ ഫ്രണ്ടിലെ സസ്പെൻഷൻ കുറച്ചും കൂടി സോഫ്റ്റ് ആവുകയാണെങ്കിൽ മികച്ചതായേനെ. ബൈക്കിൻ്റെ ഹാൻഡിലിംഗ് നോക്കുകയാണെങ്കിൽ സ്ലോ സ്പീഡിൽ ബൈക്ക് കുറച്ച് ഹെവി ആയിട്ട് തോന്നാം. ഫ്രണ്ടിലത്തെ ടയർ സൈസ് നമ്മുടെ ഡോമിനാർ 400-നേക്കാളും കുറച്ച് കുറവായതുകൊണ്ട് തന്നെ 250-ക്ക് 400-ൻ്റെ അത്രയും ഒരു ഹെവിനെസ് നമുക്ക് തോന്നില്ല. ബൈക്ക് പിന്നെ കുറച്ച് സ്പീഡാകുമ്പോൾ നമുക്കിത് ഫീൽ ചെയ്യൊന്നുമില്ല കേട്ടോ. ഈ ഡോമിനാർ 250-യുടെ ഫിനാൻസ് സ്കീമിനെ പറ്റി ഞാൻ പറയാം. ബൈക്കിൻ്റെ ഏറ്റവും മിനിമം ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 50,000 രൂപയാണ്. അതിൻ്റെ EMI വരുന്നത് 6,100 രൂപയാണ് വരുന്നത്. ഇപ്പോൾ ഫിനാൻസിനായിട്ട് 2 ഫോട്ടോ, ഒരു ആധാർ കാർഡ്, 2 ചെക്ക് ലീഫ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ ലാൻഡ് ടാക്സ്, ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്. പോപ്പുലർ ഷോറൂം എക്സ്ക്ലൂസീവായിട്ട് കുറേ അധികം ഓഫേഴ്സ് ബയേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഇയർ ഓൾ ഇന്ത്യ റോഡ് സൈഡ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയർ ബമ്പർ ഇൻഷുറൻസ് ഫ്രീ ആണ്. ഏകദേശം 1,300 രൂപയുടെ ആക്സസറീസും പിന്നെ ഹെൽമെറ്റും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇവിടെ പ്രീമിയം ഹെൽമെറ്റും ജാക്കറ്റ്സും ഒക്കെ വണ്ടിയുടെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മെയിൻ ഓഫേഴ്സ് വരുന്നത്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞു ഒന്നുമല്ല ഈ ബൈക്കിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ ബൈക്കിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റാണ് ഞാനിപ്പോൾ പറയാൻ പോണേ. നമ്മുടെ ബജാജ് ഓട്ടോയുടെ സ്ട്രെങ്ത്ത് പ്രൈസ് തന്നെ. എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം 1,60,000 രൂപ മാത്രമാണ് ഈ ബൈക്കിന് വരുന്നത്. ഇപ്പോൾ നമ്മുടെ 250 സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടൊരു ബൈക്കാണ് ഡോമിനാർ 250. അപ്പോൾ നമുക്കറിയാം 1,60,000 തൊട്ട് 2,00,000 രൂപ വരെ 250 സെഗ്മെൻറ്റ് ബൈക്കുകൾ നിരവധിയാണ് ഇന്ത്യയിൽ. നമ്മുടെ 20 bhp തൊട്ട് 30 bhp വരെ കുറേ അധികം ബൈക്കുകൾ. അപ്പോൾ അതിലേക്ക് 250 സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റ് നല്ല കോമ്പറ്റീഷൻ ആവുകയാണ്. അതിലേക്കാണ് ഈ ഡോമിനാർ 250 വന്നേക്കുന്നത്. ഇന്ത്യയിൽ മോട്ടോർ സൈക്കിൾ ടൂറിങ്ങിൻ്റെ കോൺസെപ്റ്റ് മൊത്തത്തിൽ മാറ്റിമറിച്ചൊരു ബൈക്കാണ് ഡോമിനാർ 400. അപ്പോൾ ഡോമിനാർ 400 ഉണ്ടാക്കിയൊരു ഓളം നമ്മുടെ അനിയൻ ഡോമിനാർ 250-ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ മച്ചന്മാരെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുതിയ റൈഡേഴ്സിനൊക്കെ അത്യാവശ്യം ഡെയിലി യൂസിനും അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസൊക്കെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാനും പറ്റിയൊരു ടാക്റ്റിബിളായിട്ടൊരു ചോയ്സ് തന്നെയാണ് നമ്മുടെ ഡോമിനാർ 250. അപ്പോൾ മച്ചന്മാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലത്തെ വീഡിയോ ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മച്ചന്മാരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ മച്ചന്മാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും റൈഡ് സേഫ്.